വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 9-ാം അധ്യായം 35 മുതൽ 38 വരെയുള്ള തിരുവചനങ്ങൾ. യേശു അവരുടെ സിനഗോഗുകളിൽ പഠിപ്പിച്ചും രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും എല്ലാ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിച്ചു. ജനക്കൂട്ടങ്ങളെ കണ്ടപ്പോൾ യേശുവിന് അവരുടെ മേൽ അനുകമ്പ തോന്നി. അവർ ഇടയനില്ലാത്ത ആടുകളെ പോലെ പരിഭ്രാന്തരും നിസ്സഹായരുമായിരുന്നു. അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, വിളവധികം, വേലക്കാരോ ചുരുക്കം. അതിനാൽ തന്റെ വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കാൻ വിളവിന്റെ നാഥനോട് പ്രാർത്ഥിക്കുവിൻ. ഓർമ്മിക്കുക, നാം ഏതൊരു ശുശ്രൂഷ ആരിൽ നിന്നെങ്കിലും സ്വീകരിക്കുന്നുവോ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ദൈവത്തെ കാണുക എന്നതാണ് ദൈവസ്നേഹം. അനേകം ആളുകളുടെ ശുശ്രൂഷ സ്വീകരിച്ചുകൊണ്ടാണ് നാം അനുനിമിഷം വ്യാപരിക്കുക. തന്നെ ഒറ്റിക്കൊടുത്തവന്റെയും തള്ളിപ്പറഞ്ഞവന്റെയും കാലുകൾ കഴുകി ചുംബിച്ച നമ്മുടെ കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നു. നിങ്ങളിൽ പ്രധാനിയാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ശുശ്രൂഷകനായിരിക്കണം. നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും ദാസനുമാകണം. കാരണം മനുഷ്യപുത്രൻ പോലും വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനാണ്. അതെ, അനേകർക്കു വേണ്ടി സ്വജീവൻ മോചനദ്രവ്യമായി നൽകാനാണ്. എവിടെ സ്നേഹമുണ്ടോ അവിടെ ശുശ്രൂഷയുണ്ടാകും. ശുശ്രൂഷിക്കുന്നവരിലാണ് ശുശ്രൂഷ സ്വീകരിക്കുന്നവരെക്കാൾ അധികമായി ദൈവം പ്രകാശിതമാവുക. ഇന്ന് വിശുദ്ധ സുവിശേഷകന്മാരുടെ ദിനമായി സീറോ മലബാർ സഭ ആചരിക്കുമ്പോൾ ഈശോയുടെ സ്നേഹം സമൂഹത്തിന് കാട്ടിത്തരാൻ ഒരുക്കിയെടുത്ത സമൂഹമാണ് സുവിശേഷകന്മാർ. ഇന്നും ഈശോയുടെ കാലത്തുണ്ടായിരുന്നതുപോലെ ധാരാളം സുവിശേഷകന്മാർ അവരുടെ ചിന്തകളിലൂടെ, സംസാരത്തിലൂടെ, പ്രവൃത്തികളിലൂടെ ദൈവത്തിന്റെ സ്നേഹം സമൂഹത്തിന് കാട്ടിക്കൊടുത്തുകൊണ്ട് ദൈവരാജ്യത്തിന്റെ സുവിശേഷം പകർന്നുകൊടുക്കുന്നു. നമുക്കും ദൈവസ്നേഹം അനുഭവിച്ച് അത് മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുവാൻ വേണ്ട കൃപ ലഭിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഞാൻ നിനക്കായി പോയിടാം, ലോകത്തിൻ അതിർത്തികൾ താണ്ടിടാം, സുവിശേഷമെങ്ങും പ്രഘോഷിക്കാം, നീ എന്നെ അയച്ചാലും നാഥ. യെശയ്യാ കണ്ടൊരാദർശനം, എസെക്കിയേൽ കണ്ടൊരാദർശനം, സ്വർഗീയ ദർശനം കാണുവാൻ എന്നക കണ്ണു തുറക്കണമേ. സ്വർഗീയ ദർശനം കാണുവാൻ എന്നക കണ്ണു തുറക്കണമേ.
കാന്തനെ കാണുവാൻ ആത്മാവാൽ എന്നെ നയിക്കണമേ. സ്വർഗീയ കാന്തനെ കാണുവാൻ ആത്മാവാൽ എന്നെ നയിക്കണമേ. ബാലനാം സാമുവേലെ പോലെ ഞാൻ നിൻ വിളി കേട്ടുണർന്നിടുമ്പോൾ സദ്വചനങ്ങൾ ഉതിർത്തിടുവാൻ ഇന്നാവു നിന്നാവു പോലാകാം. തീക്കനലാൽ ഇന്നാവിനെ ശക്തീകരിച്ചിടൂ ദൈവമേ. ആത്മാവാൽ ഞാൻ നിറഞ്ഞിടട്ടെ, ആത്മീയ ഭാഷ ഉതിരട്ടെ. ആത്മാവാൽ ഞാൻ നിറഞ്ഞിടട്ടെ, ആത്മീയ ഭാഷ ഉതിരട്ടെ. ജെറമിയ ചൊന്ന വചനം പോൽ എന്നാവു നിന്നാവായി മാറട്ടെ. ജെറമിയ ചൊന്ന വചനം പോൽ ഇന്നാവു നിന്നാവായി മാറട്ടെ. സുവിശേഷമെങ്ങും ഘോഷിക്കാൻ എന്നാവു നിന്നാവായി മാറട്ടെ. സുവിശേഷമെങ്ങും ഘോഷിക്കാൻ ഇന്നാവു നിന്നാവായി മാറട്ടെ. ഞാൻ നിനക്കായി പോയിടാം, ലോകത്തിൻ അതിർത്തികൾ താണ്ടിടാം. സുവിശേഷമെങ്ങും പ്രഘോഷിക്കാം, നീ എന്നെ അയച്ചാലും നാഥ. ബാലനാം സാമുവേലെ പോലെ ഞാൻ നിൻ വിളി കേട്ടു